ഓണക്കാലത്ത് പച്ചക്കറികളുടെ വില പിടിച്ചു നിർത്തിയിരുന്ന കർഷക വിപണികൾ പ്രതിസന്ധിയിലാണ്. വന്യമൃഗ ശല്യവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം കർഷകർ പച്ചക്കറി കൃഷിയിൽ നിന്ന് പിൻവാങ്ങിയതാണ് VFCKയുടെ കർഷക വിപണികൾക്ക് തിരിച്ചടിയായത്. ഇത് ഓണക്കാലത്ത് പച്ചക്കറികളുടെ വില കുതിച്ചുയരാനും കാരണമാവും. ഒരു കാലത്ത് കാർഷിക കേരളത്തിന്റെ നട്ടെല്ലായിരുന്നു കർഷക വിപണികൾ. എന്നാൽ പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷികളിൽ നിന്ന് കർഷകർ പിൻവാങ്ങിയതോടെ ഇപ്പോൾ വിപണികളും വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. 55 രൂപ, 55 രൂപ, 55 രൂപ, 55 രൂപ, 55 രൂപ, 56 രൂപ, 56 രൂപ, 56 രൂപ, 56 രൂപ, 56 രൂപ, 3 നേരം പ്രതീകം. ഇടുക്കി ജില്ലയിൽ കാന്തന്നൂർ, വട്ടവട ഉൾപ്പെടെ 19 കേന്ദ്രങ്ങളിലാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള കർഷക വിപണികൾ ഉള്ളത്. ഏത്തയ്ക്ക, ചെറുവാഴക്കുലകൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം കർഷകർക്ക് നേരിട്ട് വിപണിയിലെത്തിച്ച് വിൽക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഓണക്കാലത്ത് പോലും വിപണികളിലേക്ക് പച്ചക്കറികൾ എത്തുന്നില്ല. നേന്ത്രക്കായ മാത്രമാണ് പലയിടത്തുമുള്ളത്. ഓണമൊക്കെ ആയിട്ട് ഉൽപ്പന്നങ്ങൾ ഏത്തക്കൊലയിൽ നിന്ന് മാറുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കാർഷിക മേഖല വളരെ പുറകോട്ടാണ്. കാരണം കർഷകർ ഈ പച്ചക്കറി, പാവല, പയറൊക്കെ ഇവിടെ 10-30 ടണ്ണ് വന്നുകൊണ്ടിരുന്നതാണ്. ആ കാലഘട്ടത്തിൽ നിന്നെല്ലാം കൃഷി പരാജയമായതിൻ്റെ പേരിൽ പുറകോട്ട് മാറി. തന്നെയല്ല, നമ്മുടെ ഇടുക്കിയിലെ സംബന്ധിച്ചിടത്തോളം ഏലകൃഷി വളരെ വ്യാപകമായി ആ രീതിയിലേക്ക് കർഷകർ മാറിക്കഴിഞ്ഞു. പല കർഷക വിപണികളിലും ഒരു സാമ്പത്തിക വർഷത്തിൽ 4 കോടി രൂപയുടെ വരെ പഴം, പച്ചക്കറികൾ എത്തിയിരുന്നു. എന്നാൽ ഇന്ന് വാർഷിക വിറ്റുവരവ് 25 ലക്ഷത്തിൽ താഴെയായി. ജീവനക്കാരുടെ കുറവും VFCKയുടെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിച്ചു. കർഷക വിപണികളുടെ തകർച്ച ഓണക്കാലത്ത് പച്ചക്കറികൾക്ക് വില കുതിച്ചുയരാൻ കാരണമാക്കും. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.